പ്രിയമുള്ളവരെ, എല്ലാവർക്കും മുല്ലപ്പറമ്പിൽ കുടുംബത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേരാം. എടാ മമ്മു, നീ എന്തിന്നാലും സ്കൂളിൽ വരാഞ്ഞേ? എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാ. നീ പോയി അവരെയൊക്കെ കളിക്കാൻ വിളിച്ചിട്ട് വാ. നെഹ്ല, നഈം, വാ നമുക്ക് കളിക്കാം. ആ പിന്നില്ലേ, ഉമ്മിനെ വിളിച്ചോട്ടോ. ഉമ്മി ഇന്നലെ നമ്മളോട് കൂടാന്ന് പറഞ്ഞതാ. ഉമ്മി ഉമ്മി എന്താ എന്താ മക്കളെ? വായ ഉമ്മി. ഉമ്മി ഇന്ന് ഞങ്ങളുടെ കൂടെ കളിക്കാന്ന് സമ്മതിച്ചിടാണ് കേട്ടോ. കളിക്കാനോ? പടച്ചോനെ, പറ്റൂല പറ്റൂല, ഉമ്മി ഒന്നും പറയണ്ട. വാ വാ. ഓ, നമുക്ക് കണ്ണുപൊത്തി കളിച്ചാലോ? എന്താ? ഓക്കേ. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഞങ്ങൾ മുല്ലപ്പറമ്പിൽ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപ്പയും ഉമ്മയും വല്ലുമ്മയും പിന്നെ വല്ലുമ്മാന്റെ പുന്നാര പേരമക്കളും ചേർന്ന ഒരു സ്വർഗം തന്നെയാണ് മുല്ലപ്പറമ്പിൽ തറവാട്. അവരോടൊപ്പം ഇത്തിരി നേരം നമുക്കും ചിലവഴിക്കാം. നസീം, വാ, ഫുഡ് കഴിക്കാം. എല്ലാരും വിളിച്ചിട്ട് വാ. ആ ഉമ്മി. നഈം, നഹ്ല, വാ, ഉമ്മി വിളിക്കുന്നു, ഫുഡ് കഴിക്കാം. ഇന്ന് ഉമ്മി വാരിത്തരോ കഥ പറഞ്ഞിട്ട്? കഥയോ? ഇന്നിപ്പോ ഏത് കഥ പറയും? ഉമ്മി പറഞ്ഞില്ലേ ഇന്ന് ഇബ്രാഹിം നബിയുടെ കഥ പറയാന്ന്? ഓ, ഉമ്മി അത് മറന്നു. ഉമ്മിക്ക് കൊറേ ജോലി ഉണ്ടല്ലോ. ഉമ്മി പ്ലീസ് 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 ഉമ്മി, ഞങ്ങൾ ഉമ്മീനെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, വേഗം കഴിക്കണം കേട്ടോ. ഓക്കേ, ഞങ്ങളുടെ ചക്കര ഉമ്മി. പടച്ചവന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ? എനിക്കറിയൂല, നിനക്കറിയോ? എനിക്കും അറിയൂല, ഉമ്മി തന്നെ പറ. ഹസ്ബി അല്ലാഹ്. എന്ന് വെച്ചാൽ എന്താ? അല്ലാഹു അഹദ് മോനെ, പോയി വാതിൽ തുറക്ക്, ഉപ്പയാകുന്നത്. ഓക്കെ ഉമ്മി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പ ഞങ്ങള് പറഞ്ഞൊക്കെ കൊണ്ടുവന്നാ? ആ, പിന്നെ കൊണ്ടുവരാതെ. വാ, എല്ലാരും വാ. ഉമ്മയുടെ വെല്ലുമിച്ചിയുടെ മോനെ. ആ ഉപ്പ, ഞാൻ ഇപ്പൊ ഉമ്മയെ വിളിക്കാം. ആ, മക്കള് വന്നോ? ആ, ഉമ്മ എവിടെയായിരുന്നു? ഞങ്ങള് കുളിച്ച് ഡ്രസ് മാറ്റി, ഉമ്മ എടുത്തു വെച്ച പായസവും കുടിച്ചു. സൂപ്പർ. ആഹാ, ഉമ്മയുടെ പുന്നാര മക്കളല്ലേ നിങ്ങള്. ഉമ്മയെ കുഞ്ഞുമാക്ക് ഇച്ചിരി പായസം കൊടുക്കാൻ പോയതാ. ആ, അതൊക്കെ പോട്ടെ. ഇന്നെന്തൊക്കെയാ സ്കൂളിലെ വിശേഷങ്ങള്? ആ ഉമ്മി, നാളെ എനിക്ക് US ടെസ്റ്റ് പേപ്പർ ഉണ്ട് കേട്ടാ. ആണോ? നമുക്ക് പഠിക്കണ്ടേ? ആ ഉമ്മി, ഇന്നൊരു കാര്യം ഉണ്ടായി. എന്താ അത്? അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചു. അതിന്റെ ഉത്തരം ആർക്കും അറിഞ്ഞൂടായിരുന്നു. ഞാൻ മാത്രമേ പറഞ്ഞോളൂ. ഉമ്മിയുടെ മോൻ ദേ നോക്കിക്കേ. ആഹാ, മാഷാ അല്ലാ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഉമ്മി ഇന്നലെ കഥ പറഞ്ഞു തന്നില്ലേ ഇബ്രാഹിം നബിയുടെ, അതിനെ പറ്റിയായിരുന്നു ചോദ്യം. ആണോ? അപ്പൊ നിങ്ങക്ക് എല്ലാം ഓർമ്മയുണ്ടായി? പിന്നില്ലേ, ഉമ്മിയുടെ കഥ, ഉമ്മിയുടെ ഫുഡും. ഹോ, ഒരു രക്ഷയുമില്ല. ഒക്കെ ദാ ഇവിടെ ഉണ്ട്. സൂചിപ്പിക്കല്ലേ. സത്യാണ് ഉമ്മി. ഉമ്മി ഞങ്ങളുടെ മുത്തല്ലേ. അല്ലാഹു അക്ബർ.
أكبر الله أكبر. എന്നാ മക്കള് വേഗം പള്ളിയിൽ പോകാൻ നോക്കട്ടോ, എന്നിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ ഉമ്മി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. മോളെ ഇച്ചിരി വെള്ളം എടുത്തേ മോളെ. അതെ ഇപ്പൊ കൊണ്ടുവന്നു വല്യമ്മ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. വാ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്, വല്യമ്മാന്റെ അടുത്തിരിക്ക്. പഠിക്കാനുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാ? എന്നാലേ ഉമ്മാന്റെ മക്കള് നല്ല മക്കളായി വളരണട്ടാ. ഉമ്മയ്ക്കും വാപ്പാക്കും എന്നും തണലാവണം. അവര് കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? നിങ്ങക്ക് വേണ്ടിയാണ്. അതെപ്പോഴും ഓർമ്മ വേണം. ഞങ്ങൾക്കറിയാം വല്യമ്മ. മഞ്ഞും മഴയും വെയിലും കടന്ന് പൂക്കാല വസന്തവും പിന്നിട്ട് മക്കൾ വളരുകയാണ്. പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ പൂന്തോട്ടത്തിൽ നിന്ന് തിരക്കുപിടിച്ച ഭ്രാന്തമായ മത്സരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷം കലർന്ന പുതിയ ലോകത്തിലേക്ക് മക്കൾ വളരുകയാണ്. നിനക്ക് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ? എപ്പോ നോക്കിയാലും ഈ ഫോണിൽ തന്നെ. അത് നിങ്ങൾക്കും ആവാം. ഞാനൊന്ന് ഫോൺ എടുക്കുന്നതാ ഇപ്പൊ കുറ്റം. തർക്കുത്തരം പറയുന്നുള്ളൂ. ഞാൻ കാര്യമാണ് പറഞ്ഞേ. നിനക്ക് ഇവിടെ വേറെന്താ പണിയുള്ളത്? ഓ, ഒരു പണിയില്ലല്ലോ. ഈ വീട്ടിൽ ഇക്കണ്ട പണിയൊക്കെ പിന്നെ ആരാ ചെയ്യണത്? ഒന്ന് നടു നിവർത്താൻ പോലും നേരമില്ല. എന്നിട്ട് കുറ്റം മാത്രം. കുറെ നേരായി. താളം തെറ്റുന്ന താരാട്ടുകൾ, ഈണം മറക്കുന്നു തേൻ തുമ്പികൾ, മായുന്നു മറയുന്നു പൂവസന്തം, മൂളുന്നു മുരളുന്നു കരിവണ്ടുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അല്ല, ഇന്നെന്തെല്ലാം കളർ ഡ്രസ്സില്? മിസ് മറന്നുപോയോ? ഇന്ന് ചിൽഡ്രൻസ് ഡേ അല്ലേ? ഓ, ഞാനത് മറന്നു. എല്ലാരും ഇരിക്കി. നെഹലക്ക് എന്ത് പറ്റി? നെഹല മാം, രാവിലെ വന്നപ്പോ മുതൽ അവിടെ കിടക്കായിരുന്നു. എന്തു പറ്റി നെഹലാക്ക്? നെഹല ഒന്നുമില്ല മാം. എന്താ? മാമിനോട് പറയ്. ഒന്നുമില്ല മാം. താളം തെറ്റുന്ന താരാട്ടുകൾ, ഈണം മറക്കുന്നു തേൻ തുമ്പികൾ. എന്നോടൊന്ന് മിണ്ടാൻ, കൂടെ കളിക്കാൻ ആരുമില്ല എനിക്ക്. ഉപ്പക്കും ഉമ്മക്കും ഒന്നിനും ഉപ്പ നേരൂല. എന്നോടൊന്ന് മിണ്ടാൻ പോലും നേരൂല. എനിക്കെല്ലാരും ഉണ്ട്, പക്ഷേ ആരുമില്ല. എനിക്കാരുമില്ല. എന്നെ കേൾക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് തലോടാൻ പോലും ഒന്നിനും ആരുമില്ല. ഉപ്പാക്കും ഉമ്മാക്കും അടിയുണ്ടാക്കാനും എപ്പോഴും വഴക്ക് കൂടാൻ മാത്രമേ നേരുള്ളൂ. ഞാനൊന്ന് ഫോൺ എടുത്താ കുറ്റം, പുറത്തിറങ്ങിയ കുറ്റം, എന്ത് ചെയ്താലും കുറ്റം മാത്രം. നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ല,
പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ പൊന്നുമക്കൾ. നാളെ നമുക്ക് കൺകുളിർമ നൽകുന്ന മക്കളായി തീരുവാൻ അവർക്കായി നമുക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മടിത്തട്ടൊരുക്കാം. നല്ലൊരു ബാല്യം അവർക്കായി നമുക്ക് സമ്മാനിക്കാം. That was really entertaining.